ഇന്ന് നിൽക്കുന്നത് അറബ് വസന്തം എന്ന പേരിൽ അറബ് ലോകത്ത് ഉണ്ടാക്കി തീർത്തിട്ടുള്ള കാര്യങ്ങളും ഇസ്ലാമിന്റെ നിലപാട് എന്താ? കൃത്യമായി സലഫി പണ്ഡിതന്മാർ അന്ന് പറഞ്ഞു, ഇത് ഖവാരിജിയത്തിന്റെ ഭാഗമാണ്. മുസ്ലിം ഭരണകർത്താക്കൾക്കെതിരിൽ അവരിൽ നിന്ന് അനിഷ്ടകരമായ അനിസ്ലാമികകരമായ കാര്യങ്ങൾ കണ്ടാൽ പോലും അവരോട് യുദ്ധം ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് അനുമതി തന്നിട്ടില്ല. കൃത്യമായ ഹദീസുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക അസ്സംഅ വത്ത്വഅ ഫീ ഉസ്രിക വയുസ്രിക വമൻശതിക വമക്റഹിക വഅസറത്തിൻ അലൈക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കേൾക്കണം, ഭരണാധികാരിയെ കേൾക്കണം, അനുസരിക്കണം. നിന്റെ പ്രയാസത്തിലും നിന്റെ എളുപ്പത്തിലും നിന്റെ ഉത്സാഹത്തിലും നിന്റെ വെറുപ്പിലും നിന്റെ മേൽ സ്വാർത്ഥമായ ഭരണം, എന്താ, അയാൾ തന്റെ അവകാശങ്ങൾ എടുക്കുകയും നിന്റെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുന്ന സ്വാർത്ഥമായ ഭരണം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ പോലും ഭരണാധികാരിക്കെതിരെ നീ വിപ്ലവം നടത്തരുത്, മുസ്ലിം ഭരണകൂടത്തിനെതിരെ നീ വിപ്ലവം നടത്തരുത് എന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ അൻസാർ, അല്ലാഹുവിന്റെ റസൂൽ അൻസാരികളോട് പറഞ്ഞു, ഇന്നകും സതൽഖൗന ബഅദി അസറ, എനിക്കു ശേഷം സ്വാർത്ഥമതികളായ ഭരണാധികാരികളെ നിങ്ങൾ കണ്ടുമുട്ടും. അൻസാരികൾക്ക് മാത്രമല്ല നമുക്കേവർക്കുമുള്ള മാർഗദർശനം, നിങ്ങൾ കണ്ടുമുട്ടും. ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഹത്താ തൽഖൗനി അലൽ ഹൗദ്, ഹൗദിന്റെ അരികിൽ വെച്ച്, ഹൗദുൽ കൗസറിൽ വെച്ച് എന്നെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ ക്ഷമ അവലംബിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. നേരത്തെ പരാമർശിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ റആ മിൻ അമീരിഹി, തന്റെ ഭരണാധികാരിയിൽ നിന്ന്, അള്ളാഹു മുസ്ലിമീങ്ങളുടെ ഭരണകർത്തൃത്വം ഏൽപ്പിക്കുന്ന മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന്, മൻ റആ മിൻ അമീരിഹി ശൈഅൻ യക്റഹുഹു, താൻ വെറുക്കുന്ന വല്ലതും കണ്ടാൽ ഫൽയസ്ബിർ അലൈഹി, ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത്. ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅ, അമീറും പ്രജകളും ഭരണാധികാരിയും പ്രജകളും എന്നുള്ള ആ ജമാഅത്ത്, ആ കൂട്ടം, അതിൽ നിന്ന് ആരെങ്കിലും വ്യതിചലിച്ചു പോകുകയാണെങ്കിൽ, വേറിട്ട് നിൽക്കുകയാണെങ്കിൽ, ഷിബ്റൻ, ഒരു ചാൺ, ഫമാത ഇല്ലാ മീതതുഹു മീതതൻ ജാഹിലിയ്യ, അയാൾ മരിക്കുകയാണെങ്കിൽ അയാളുടെ മരണം ജാഹിലിയത്തിലെ മരണമാണ്. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഒന്നുകൂടി വ്യക്തമായി വിശദീകരിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നഹാ സതകൂനു ബഅദി അസറ വഉമൂറുൻ തുൻകിറൂനഹാ, എനിക്കു ശേഷം വരുന്ന ഭരണാധികാരികളിൽ സ്വേച്ഛാധിപത്യവും സ്വാർത്ഥതയും നിങ്ങൾ കാണും. അതൊരു വസ്തുതയാണ്, അതുണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വഉമൂറൻ തുൻകിറൂനഹാ, നിങ്ങൾ അനിസ്ലാമികമായി കാണുന്ന, എന്താ മുൻകർ എന്ന് പറഞ്ഞാൽ അനിസ്ലാമികകരമായ കാര്യങ്ങൾ, അത്തരം അനിസ്ലാമികമായ കാര്യങ്ങളും അവരിൽ നിങ്ങൾ കാണും. എന്താ വാളെടുത്തിട്ട് പുറപ്പെടാ വേണ്ടത്? ഖാലു യാ റസൂലല്ലാഹ് കൈഫ തഅ്മുറു മൻ അദ്റക മിന്നാ ദാലിക്, ഞങ്ങളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇടവരുന്ന ആളുകൾ എന്താണ് റസൂലെ ചെയ്യേണ്ടത്? അങ്ങയുടെ കൽപ്പന എന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? തുഅദ്ദൂനൽ ഹഖ്ഖല്ലദീ അലൈക്കും, നിങ്ങൾക്ക് മേലുള്ള ഹക്ക്, കടമകൾ, അത് നിങ്ങൾ നിർവഹിക്കുക. അള്ളാഹു പ്രജകൾ എന്ന അർത്ഥത്തിൽ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം എന്താണോ അത് നിങ്ങൾ നിർവഹിക്കുക. എന്നാൽ വതസ്അലൂനല്ലാഹല്ലദീ ലക്കും, വിപ്ലവം ഉണ്ടാക്കല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രജകൾ മോശമാവുമ്പോൾ ഭരണാധികാരികളും മോശമാവും. അതൊരു സുന്നത്താണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അവിടെ വ്യത്യാസം നമ്മളുടെ ഈമാനും തഖ്വയും. അതാ അള്ളാഹുവിന്റെ റസൂല് രാഷ്ട്രീയമായ പ്രസംഗം നടത്തി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എത്ര ഖുതുബകളുണ്ട് റസൂലിന്റെ ഖുതുബകൾ? തൗഹീദിനെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്, തഖ്വയെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്, അതുപോലെ തന്നെ ഭയഭക്തിയെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്, ഇബാദത്തുകളെ സംബന്ധിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്നാൽ നൂഹ് നബി വന്നത് ഹാക്കിമിയത്ത് സ്ഥാപിക്കാൻ വേണ്ടി എന്ന് എഴുതി വെച്ച ആളുകളുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് യാതൊരു വിധത്തിലും അള്ളാഹുവിന്റെ വിഷയത്തിൽ, ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ, റുബൂബിയത്തിന്റെ വിഷയത്തിൽ അദ്ദേഹവുമായി വ്യതിരിക്തതയുണ്ടായിരുന്നില്ല. ആകെ പ്രശ്നം ഭരണത്തിന്റെ വിഷയത്തിലായിരുന്നു. അത് തിരുത്താൻ വേണ്ടി അവരെല്ലാം ആ ശിർക്കിൽ നിന്ന് മോചിപ്പിക്കാനാണ് നൂഹ് നബി വന്നത്, ഇബ്രാഹിം നബി വന്നത്, ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരൊക്കെ വന്നത് അതിനു വേണ്ടിയിട്ടാ. അഥവാ മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ദഅവത്തായ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ച് രാഷ്ട്രീയപരമായ പരിവേഷവും വ്യാഖ്യാനവും വിശുദ്ധ ഖുർആനിന് നൽകി എന്നുള്ളതാണ് ഈ വ്യതിയാനങ്ങളുടെ എല്ലാം
തുടക്കമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി കൽപ്പിച്ചു, നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളോട് വിപ്ലവം നടത്തരുത്. അവരിൽ നിന്ന് മോശമായ കാര്യങ്ങൾ കണ്ടാൽ, അനിസ്ലാമികരമായ കാര്യങ്ങൾ കണ്ടാൽ, ഇതര മത സമുദായങ്ങൾ അവരുടെ രാജാക്കന്മാർക്ക് നേരെ വിപ്ലവങ്ങൾ നടത്തുന്നത് പോലെ പാശ്ചാത്യ ലോകത്ത് ഭരണകർത്താക്കൾക്ക് നേരെ അവരുടെ ആളുകൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് പോലെ മുസ്ലിം ഭരണകർത്താക്കൾക്ക് നേരെ അവരുടെ രാജ്യത്ത് പോയി പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് ഇസ്ലാമികല്ല, അത് ഖവാരിജിയത്തിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തുഅദ്ദൂനൽ ഹഖ്ഖല്ലദി അലൈക്കും, നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്തേ ഉള്ളൂ? നിങ്ങളെ ഭരണം ഏൽപ്പിച്ചിട്ടില്ലല്ലോ, എന്നാ പിന്നെ അയാളെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് അള്ളാഹു അയാളോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്താണോ ഏൽപ്പിച്ചത്? നിസ്കരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? നോമ്പ് നോൽക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ അള്ളാഹുവിനെ ഏകത്വപ്പെടുത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഭരണാധികാരിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ളത് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുകയും ചെയ്യണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലേക്കും വന്നിട്ടുള്ള ഇന്ന്